കുറച്ചുകൂടെ ചിന്തിച്ചാൽ കിട്ടും. IIT IIM അല്ലേ, പൊട്ടനായിരിക്കില്ല. ഞാൻ കഴിഞ്ഞ 10 മിനിറ്റിൽ 15 പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫസ്റ്റ് റാങ്കാണ്. കൈയടിച്ചോ? പിന്നെ ഞാൻ BTech ചെയ്ത IIT മദ്രാസിൽ നിന്നാണ്. ഓക്കെ. പിന്നെ ഞാൻ MBA ചെയ്ത IIM അഹമ്മദാബാദിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആൽബിൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. ഓക്കെ. അപ്പോൾ ഒരു വലിയ കൈയടി തരും. ഇന്ന് രാത്രി ഇപ്പോൾ നിങ്ങൾക്ക് 2 തമാശ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇൻ്റലക്ച്വൽ ഹ്യൂമറാണെന്ന്. കുറച്ചുകൂടെ ചിന്തിച്ചാൽ കിട്ടും. IIT IIM അല്ലേ, പൊട്ടനായിരിക്കില്ല. അതെ, എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലായത് എൻ്റെ പഴയ വർക്ക് എക്സ്പീരിയൻസ്. ഞാൻ പണ്ടൊരു കൺസൾട്ടൻ്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ കമ്പനിയുടെ CEO ഒക്കെ വിളിച്ചിട്ട് പറയും കമ്പനി നഷ്ടത്തിലാണ്, എന്ത് ചെയ്യാം? ഞാൻ പറയും ഒരു 200 വരെ പറഞ്ഞു വിടാം. അവർ പറഞ്ഞു വിടും. അവർ വിചാരിക്കുന്നത് എന്താ, IIT IIM അല്ലേ, പൊട്ടനായിരിക്കില്ല. അതെ, എനിക്കിങ്ങനെയാണ് മനസ്സിലായത്. കൊണയാണെങ്കിലും IIT IIM കൊണയ്ക്ക് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പം ഈ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ 2 വർഷം മുമ്പേ കൊച്ചിയിലോട്ട് വന്ന് ഞാൻ ഈ കളക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുള്ള ജോൺ, മഹാദേവൻ, ഇവർ TV-യിൽ അന്ന് റെഗുലർ ഇൻകമുള്ള TV സ്റ്റാർസ് ആയിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, വിട്ടോ, TV വിട്ടോ, ഫ്യൂച്ചർ OTT ആണ്, നമുക്കൊരു കളക്റ്റീവ് ബിസിനസ് മോഡലിൽ വർക്ക് ചെയ്യണമെങ്കിൽ കോടികളുണ്ടാക്കാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനീസ്, അന്ന് പുള്ളിക്ക് പോസ്റ്റ് ഓഫീസ് ജോലി ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, വിട്ടോ. പക്ഷെ വിടുന്ന മുമ്പേ ആ മെയിലിൻ്റെ ചാക്കൊക്കെ എടുത്താൽ നമുക്ക് ഈ കോടികളൊക്കെ എവിടെയെങ്കിലും വെക്കണ്ടേ. ഇപ്പോൾ 2 വർഷമായി, OTT ഒത്തില്ല, TT വരെ OC-ആണ് നടക്കുന്നത്. അതെ, ഇപ്പോൾ അവരെന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയാറുണ്ട്, IIT IIM ആണെങ്കിലും ഇവൻ വെറും പൊട്ടൻ തന്നെയെന്ന്. പക്ഷേ നമ്മളൊരു കോമൺ വിഷനിൽ ബിലീവ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വിഷനിൽ ബിലീഫ് ഇല്ലാത്ത 2 ആൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയും. അവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ നോക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വെൽ സെറ്റിൽഡ് ആൻഡ് സക്സസ്ഫുള്ളാണ്. എനിക്ക് 31 വയസ്സായി. എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ, പക്ഷേ എന്താണ് വേണ്ടാത്തതെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. വെൽ സെറ്റിൽഡ് ആൻഡ് സക്സസ്ഫുൾ ഫ്രണ്ട്സ്. അതെ, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു പശുവിൻ്റെ ജീവിതമാണ്. കാരണം എന്ന് വെച്ചാൽ പശുവും ആദ്യത്തെ കറവ് കഴിയുമ്പോൾ ചിന്തിക്കുന്നത് അടുത്ത സീസൺ തൊട്ടൊന്ന് ചില്ല് ചെയ്യണം, പറമ്പൊക്കെ ഒന്ന് കറങ്ങിക്കാണണം, ജീവിതം ഒന്ന് മൂടാക്കണം. അപ്പോഴാണ് പശു ഗർഭിണിയാകുന്നത്. പശു ഗർഭിണിയാകുന്നത് പശുവിൻ്റെ കടി കൊണ്ടല്ല, പശുവിനെ കുത്തിയാണ് ഗർഭിണിയാക്കുന്നത്. അതെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനും എൻ്റെ ആഗ്രഹങ്ങൾ കുത്തിവെച്ച ആഗ്രഹങ്ങളാണ്. പിന്നെ പശുവിനെ പോലെ തന്നെ എനിക്കും ഈ പ്രോസസ്സിൽ ഒരു സുഖവും കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ ഒരു വളരെ സീരിയസ് പോയിന്റ് കൺവേ ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു പശുവിൻ്റെ ജീവിതം പോലെയാണ്. ഇത് തന്നെയാണ് BJPയും പറയാൻ നോക്കുന്നത്. പക്ഷേ BJPയുടെ കണ്ണിൽ പശു ഗോമാതയാണെങ്കിൽ സമൂഹത്തിൻ്റെ കണ്ണിൽ ഞാനൊക്കെ വെറും പശു ഊമ്പയാണ്. എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് അഭിലാഷ്. അഭിലാഷിൻ്റെ അച്ഛൻ ദാമോദരൻ എൻ്റെ അച്ഛൻ്റെയും ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ എൻ്റെ മാത്സ് മാർക്ക് പോയി പറയുമ്പം അച്ഛൻ ചോദിക്കുന്നത് അഭിലാഷിന് എത്ര കിട്ടിയെന്നല്ല, ദാമുയുടെ മോന് എത്ര കിട്ടിയെന്നാണ്. മനസ്സിലായി? കാരണം എൻ്റെ 8ാം ക്ലാസ്സിലെ മാത്സ് മാർക്ക് വെച്ചിട്ട് വേണം അച്ഛന് ദാമു അങ്കിളുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ. അതായത് കോമ്പറ്റീഷൻ്റെ മുകളിൽ കോമ്പറ്റീഷൻ. അഭിലാഷ് US-ലാണ്. അഭിലാഷ് വെൽ സെറ്റിൽഡ് ആണ്. അഭിലാഷിന് 2 പിള്ളേരായി. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ സ്കോർ ലൈനിൽ ദാമു 2 മോഹൻ 0 ആണ്. ആക്ച്വലി എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്. പക്ഷേ സൊസൈറ്റി അച്ഛൻ്റെ ഗോളായിട്ട് കൂട്ടില്ലല്ലോ, അസിസ്റ്റായിട്ടല്ലേ കൂട്ടും. ഈ അച്ഛൻ്റെ അക്കൗണ്ട് തുറപ്പിക്കാൻ വേണ്ടി ഡഗ് ഔട്ട് ചെയ്യുന്ന അമ്മ ഭയങ്കര എഫേർട്ടാണ്. എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അമ്മ ഭയങ്കര എഫക്റ്റീവാണ്, അച്ഛനൊട്ടും എഫക്റ്റീവല്ല. ഇപ്പോൾ അമ്മയാണെങ്കിൽ ഈ കരിക്കിൻ്റെയൊക്കെ വെബ് സീരീസിൽ പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റ് പോലെയാണ്. അമ്മ ഭയങ്കര സട്ടിലായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് പറയും, കഴിക്കണം, ഒരു കല്യാണം കഴിക്കണം. പക്ഷെ അച്ഛൻ ഒരു പരിസരബോധം ഇല്ലാത്ത റേഡിയോ ആഡ് പോലെയാണ്. ദീപു എന്താണ് ഫോണിൽ കുത്തിയിരിക്കുന്നത്, മൂക്കിൽ നിന്ന് പല്ല് വരുന്ന കാണുന്നില്ലേ? ഇപ്പം തന്നെ ഒരു പേരക്കുട്ടി വേണം എന്നുള്ളൊരു സാധനം. അച്ഛൻ പറയുന്ന പോലെ എന്തിനാണ് ഇത് വെറുതെ തൂക്കിയിട്ട് നടക്കുന്നത്?
ഗ്രോസ് അല്ല, അമ്മ വളരെ സട്ടിലായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അമ്മ എന്നെ വിളിച്ചിട്ട് പറയും, മോനെ റിട്ടയർഡ് ജീവിതം ഭയങ്കര ബോറാണ്, ഒന്നും ചെയ്യാനില്ല. അവിടെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എൻഗേജ്മെൻറ്റ്. അതാ. അപ്പോൾ അമ്മ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ റിട്ടയർഡ് ജീവിതം ഭയങ്കര ബോറാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ജീവിതം എന്ന് പറയുന്നത് ഒരു അനന്ത സാഗരമാണ്, നീന്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചിന്തകളുടെ ആഴത്തിൽ മുങ്ങിപ്പോകും. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ 3 മാസം മുമ്പേലെ കഞ്ചാവടി നിർത്തുമെന്ന് പറഞ്ഞു. എനിക്ക് അഡിക്ഷൻ പണ്ടേ ഒരു പ്രോബ്ലമാണ്. ഇപ്പം ഞാൻ പണ്ട് ഇത്രയും പഠിക്കാനുള്ള കാരണം എനിക്ക് പഠിത്തത്തിനോടുള്ള താല്പര്യത്തിൻ്റെയും കാട്ടി കൂടുതൽ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു, എസ്പെഷ്യലി ജങ്ക്. ഞാനൊരു ഫുഡിയായിരുന്നു. അതെൻ്റെ വീട്ടുകാർക്കും അറിയായിരുന്നു. എൻ്റെ വീട്ടുകാരെന്നെ കണ്ടുകൊണ്ടിരുന്നത് ഭക്ഷണം ഇട്ട് മാർക്കുണ്ടാക്കുന്നൊരു യന്ത്രമായിട്ടാണ്. അതെ. ഇപ്പം നിങ്ങൾ 5ാം ക്ലാസ്സിൽ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് പഠിച്ചിട്ട് എന്താകാം. അപ്പോൾ ഞാൻ പറയും ഒരു ഷവർമയാകാം, ഒരു ക്വാർട്ടർ ഷവായി ആകാം, അങ്ങനെയല്ല വലുതായിട്ട് എന്താകാം. അപ്പോൾ ഞാൻ പറയും ഒരു ഹാഫ് ഷവായി ആകാം. അങ്ങനെയല്ല, പഠിച്ച് ജീവിതത്തിൽ വലുതായിട്ട് എന്താകാം. അപ്പോൾ ഞാൻ പറയാം അതെനിക്ക് അറിഞ്ഞൂടാ, അതെൻ്റെ അച്ഛനെ അറിയും, അച്ഛൻ ഷവർമ മേടിക്കാൻ പോയിരിക്കുകയാണ്. 2 മണിക്കൂർ മാത്സ് പഠിച്ചാൽ 2 പഴംപൊഴി, 2 മണിക്കൂർ സയൻസ് പഠിച്ചാൽ 2 ഷവർമ. അതെ, എൻ്റെ അമ്മ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ടാലി ചെയ്തേ ഫുഡ് വരുള്ളായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും ഒരു അസത്തോ ലയബിലിറ്റിയോ ആയിട്ട് തോന്നിയിട്ടില്ല. ഇത്രയും അൺകൺവെൻഷണൽ അപ്രോച്ച് പഠിച്ചുകൊണ്ട് എൻ്റെ സ്റ്റഡി മാത്രമല്ല എൻ്റെ തടിയും ഭയങ്കര കൂടുതലായിരുന്നു. ഞാനൊരു 8ാം ക്ലാസ് ആയപ്പോൾ തൊട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാത്രമല്ല വെയിങ് മെഷീനിൽ 100 അടിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് കാരണം ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ബോഡി ഷേമിങ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ കളിയാക്കുന്ന കുഴപ്പമില്ല, ഞാനും തിരിച്ചു കൊടുക്കും. പക്ഷേ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുമ്പം ഈ ബേക്കറിയിലും ഹോട്ടലിൽ നിൽക്കുന്ന ചേട്ടന്മാരെന്നെ കാറ്റ് കോളിങ് ചെയ്യുമായിരുന്നു. അതെ, അതായത് ഞാൻ വെറുതെ നടന്നു പോകുമ്പോൾ അവർ വരി നിർത്തിയിട്ട് എന്ന് പറയും, മോനെ 2 ലഡ്ഡു എടുക്കട്ടെ. അതെ, തന്തൂരിയിലെ ചേട്ടൻ തന്തൂരിയിലെ കൂട്ടി തട്ടിയിട്ട് പറയും ജ്യൂസി തൈസ്. ഷവർമയുടെ കൂടെ തന്നെ കറങ്ങി പറയും, മോനെ വാടാ ഷവർമ കഴിക്കടാ, അച്ഛൻ നാളെ കാശ് തരും എന്നുള്ള. ഞാൻ ഈ പ്രലോഭനങ്ങളിലൊക്കെ വീണു പോകുമായിരുന്നു. പക്ഷെ പിന്നെ ഈ ഷവർമ കഴിച്ച കണക്ക് തീർക്കാൻ വേണ്ടി 2 മണിക്കൂർ RD ശർമ്മ HC ശർമ്മയും ചെയ്യേണ്ടി വരുമായിരുന്നു. ഞാൻ 11ാം 12ാം ക്ലാസ്സിൽ പ്യൂബേർട്ടി അടിച്ച് എനിക്ക് നല്ല കടിക്കടി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് സുകേഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, IIT പോവുകയാണെങ്കിൽ ഫീമെയിൽസൊക്കെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. ഞാൻ അന്നൊരു പഠിപ്പിസ്റ്റാണല്ലോ, അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, മാസ് കൂടിയ സാധനങ്ങൾക്കാണ് അട്രാക്ഷൻ കൂടുതൽ. അപ്പോൾ 104 കിലോ ഉള്ള ഞാൻ എന്തായാലും അട്രാക്റ്റീവാണ്, IIT കൂടെ പോയി ഇറസിസ്റ്റബിൾ ആവും. ഞാനാണെങ്കിൽ സുകേഷിൻ്റെ വാക്ക് കേട്ടു JEE ക്ലിയർ ചെയ്തു. പക്ഷേ സുകേഷ് പറഞ്ഞ സത്യമാണ്, IIT പോയ ഫീമെയിൽസ് ഇമ്പ്രസ്ഡ് ആവും, പക്ഷേ എല്ലാം അമ്മയുടെ ഫ്രണ്ട്സാണെന്ന് മാത്രം. എനിക്ക് IIT-ൽ ഫീമെയിൽ ഇൻട്രാക്ഷൻ ഭയങ്കര കുറവായിരുന്നു. കാരണം IIT-ൽ ഫീമെയിൽസ് കുറവാണ്. അവിടെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഈ സുകേഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം മെഷീനിലൊക്കെ വർക്ക് ചെയ്യുന്ന മാച്ചോ ഗൈസിനെയാണ്. അങ്ങനെ ഞാൻ മെക്കെടുത്തു. എൻ്റെ ബാറ്റ് സൈസ് 160, ഞാനും 189 മാച്ചോ ആവാൻ വേണ്ടി വന്ന ഗൈസും. അതെ, മാച്ചൊന്നും ഇല്ലാതെ മൂഞ്ചി. ഞാനങ്ങനെ കോളേജെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ സുകേഷിനെ മീറ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ചോദിച്ചു എന്ത് പറ്റി. ഞാൻ പറഞ്ഞു എനിക്ക് ഫീമെയിൽ ഇൻട്രാക്ഷൻ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ സുകേഷ് പറഞ്ഞു MBA. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ കാറ്റിന് പ്രിപ്പയർ ചെയ്തു, കാറ്റ് ക്ലിയർ ചെയ്ത് IIM-ൽ പോയി. IIM-ൽ പോയപ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് കിട്ടി. കൈയടിച്ചോ? നിങ്ങളെൻ്റെ പാട് മനസ്സിലാക്കുന്നുണ്ടോ? അതായത് പുസ്സിക്ക് വേണ്ടി എനിക്ക് കാറ്റ് ക്ലിയർ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഡേറ്റിംഗ് ഞാൻ വിചാരിച്ച പോലെ അത്ര ഒരു സുഖകരമായ ഏർപ്പാടല്ലായിരുന്നു, കുറച്ച് സ്ട്രെസ്ഫുള്ളായിരുന്നു. കാരണം 3 മാസം ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം സുകേഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, സെക്സ് കഴിഞ്ഞ് പീരീഡ്സ് വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് 23ാമത്തെ വയസ്സിൽ തന്നെ ഒരുപാട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു എനിക്ക്. പക്ഷെ പിന്നീടാണ് സുകേഷ് വ്യക്തമായിട്ട് പറയുന്നത്, സെക്സ് കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് വന്നില്ലല്ലേ കുഴപ്പമില്ല, ആണുങ്ങൾക്കല്ലെങ്കിലും വരാറില്ല എന്ന്. ഞാൻ വെറുതെ പ്രഗാ ന്യൂസ് മേടിച്ച് ഇത് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി. കാരണം എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, ഇത് സ്കൂളിൽ പഠിപ്പിക്കാറില്ല. ഞാൻ പലയിടത്തും പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എനിക്ക് ആകെ തന്നിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സെക്സാണ്. അതായത് ഇപ്പം നല്ലപോലെ പഠിച്ചാൽ ഭാവിയിൽ കിട്ടും, ഒരു വാഗ്ദാനം. പക്ഷേ ഈ സ്ട്രാറ്റജി കോളേജ് കഴിഞ്ഞ് വർക്കായിട്ടില്ല. അതേസമയം നിങ്ങൾ എന്നെ പുച്ഛിക്കേണ്ട കാര്യമില്ല. എനിക്ക് ബംബിളിൽ മാച്ചില്ലെന്നേ ഉള്ളൂ, ഭാരത് മാട്രിമോണിയിൽ ഞാനിപ്പോൾ ഒരു ടോപ്പ് പ്രൊഫൈലാണ്. കാരണം ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ പ്രൊഫഷൻ സ്റ്റാൻഡപ്പ് കോമഡിയാണെന്നുള്ള. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ലോകത്തിലാകെ എന്നോട് പുച്ഛമില്ലാത്ത ഒരു സാധനമേ ഉള്ളൂ, അത് ഈ ഭാരത് മാട്രിമോണിയലിൻ്റെ അൽഗോരിതമാണ്. അതെ,
ഇപ്പോൾ എനിക്കിപ്പം ഈ നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാനിപ്പോൾ ഒരു നാട്ടിൽ പോവുകയാണെങ്കിൽ അച്ഛൻ്റെ 4-5 ബെസ്റ്റീസ് ഉണ്ട്, മാമന്മാർ. അവർ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യും. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ വേണേൽ അവർ വന്ന് ചോദിക്കും, ജോലിയായില്ലേ, പെണ്ണായില്ലേ? ഞാൻ ചിന്തിക്കും, ഒരു ചത്തില്ലേ? ഈ ഒരു ഇഷ്യൂ കാരണമാണ് നമ്മൾ പലരും നാട്ടിൽ നിൽക്കാത്തത് അല്ലേ? കാരണം കേരളം ഒരു പ്രഷർ കുക്കർ പോലെയാണ്. എവിടെ പോയാലും ഇതുപോലെ ആൾക്കാർ ചോദ്യം ചോദിക്കും. ആൻഡ് ഇതുകൊണ്ടാണ് എൻ്റെ പല ഫ്രണ്ട്സും നാട് വിട്ട് പുറത്തു പോയിട്ടുള്ളത്. ആൻഡ് ആസ് എ സോഷ്യലി റെസ്പോൺസിബിൾ ആർട്ടിസ്റ്റ് എനിക്ക് ഇതിനൊരു സൊല്യൂഷനുണ്ട്. മേ ഐ ഷെയർ ഇറ്റ്? അതായത് ഈ സർക്കാർ എന്തായാലും ഒരു മാസം ഒരു 50,000 കോടി രൂപയുടെ കഞ്ചാവെങ്കിലും പൊക്കുന്നുണ്ട്. ഇത് ഓരോ പൊതിയായിട്ട് റേഷൻ കട വരി വൃദ്ധന്മാർക്ക് എത്തിക്കുക. കാരണം ഈ മാമന്മാരുടെ കിളി പോയാലേ നാട് വിട്ടുപോയ കിളികൾ തിരിച്ചു വരുള്ളൂ. എന്നാലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചില്ലാണ്. കാരണം അമ്മ കഴിഞ്ഞ ദിവസം പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, മോന് പെണ്ണായില്ല, ജോലിയായില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് ഒരു അനന്ത സാഗരമാണ്, നീന്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചിന്തകളുടെ ആഴത്തിൽ മുങ്ങിപ്പോകും. അതെ. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അച്ഛന് കഞ്ചാവ് കൊടുക്കല്ലോ. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ എൻ്റെ പാരൻസ് ആക്ച്വലി അതിൽ കണ്ടതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അവർ ഈ ട്യൂഷനും കോച്ചിങ്ങിനും ഒക്കെ ചിലവാക്കിയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെൻ്റെ ഫോട്ടോ എവിടെയൊക്കെയോ വിറ്റിട്ടുണ്ട്, എൻ്റെ കൺസെൻറ്റ് ചോദിക്കാതെ. ഇതിന് ഈ ഡാർക്ക് വെബിൽ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ഇതിൽ. പക്ഷേ ഇതിൻ്റെ എത്തിക്സിലല്ല എനിക്ക് വിഷമം. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ആ ഫോട്ടോ ആണ്. കാരണം ഇത് 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടിയ സന്തോഷമുള്ളൊരു ഫോട്ടോ അല്ല. ഇത് 4 ദിവസം കക്കുസി പോവാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബാലൻ്റെ ഫോട്ടോ ആണ്. സത്യം കണ്ടോളൂ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു മയക്കം പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ ബാലൻ്റെ വൃക്ക തകരാറിലാണ്, സംഭാവന ചെയ്ത് സഹായിക്കണം. പക്ഷേ എൻ്റെ 11th and 12th അത്ര സ്ട്രെസ്ഫുൾ അല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ തമാശകളായിരുന്നു. പക്ഷേ അച്ഛന് 3-4 മിനിറ്റ് മെറ്റീരിയലേ ഉള്ളൂ. അച്ഛൻ ഈ തമാശയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നൊരു തമാശ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. മോനെ, പടി 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 എന്നാലേ നീ ജീവിതത്തിൽ പടിപടിയായിട്ട് കയറുള്ളൂ. അച്ഛൻ്റെ തമാശ എപ്പിടി, ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടി. ഞാൻ 11ലും 12ലും ആയിരുന്നപ്പം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ തമാശ പറയുമായിരുന്നു. എനിക്ക് അവസാനം തോന്നി തുടങ്ങി, ഇത്രയും പടി തമാശ പറയുന്ന അച്ഛൻ എൻ്റെ ഒറിജിനൽ ഫാദറാണോ സ്റ്റെപ്പ് ഫാദറാണോ എന്ന്.